പടച്ചോനിലേക്ക് തുല്യാക്കിയില്ലേ? വമാ ഖദറുല്ലാഹ ഹഖ ഖദരിഹി, അള്ളാഹനെ കണക്കാക്കേണ്ട രൂപത്തിൽ കണക്കാക്കിയില്ല എന്ന് ഖുർആൻ മുശ്രിക്കുകളോട് പറഞ്ഞത് കൃത്യമായി നെഞ്ചിലേറ്റേണ്ടി വരില്ലേ? മാലക്കും ലാ തർജൂന ലില്ലാഹി വഖാറ, അള്ളാഹ്ക്ക് നിങ്ങളൊരു ഗാംഭീര്യം കാണുന്നില്ലേ എന്ന് നൂഹ് നബി ഖൗമിനോട് ചോദിച്ച പോലെ നിങ്ങളോട് ചോദിക്കേണ്ടി വരൂലേ? കാരണം നിരുപാധികം എന്നാണ്. നിരുപാധികം എന്ന് പറഞ്ഞാൽ എന്താ സഹോദരങ്ങളെ? യാതൊരു കാര്യകാരണ ബന്ധവും അതുപോലെ തന്നെയുള്ള സംഗതി ഇല്ലാതെ അള്ളാഹ് അറിയുന്ന പോലെ അറിയുന്നുള്ള വാദമാണ്. അത് ഈസ നബിക്കുണ്ടോ? റസൂലുള്ളാഹിക്കുണ്ടോ? ഒറ്റ അമ്പിയാക്കന്മാർക്കുള്ള അള്ളാഹ് അങ്ങനെ കൊടുത്തിട്ടുണ്ടോ? ഇല്ല. പക്ഷേ ഖുർആനിലെ പ്രധാനപ്പെട്ട ആ വാദത്തിന് മുനയടിക്കുന്ന ആ ഒരു പദം പരമാവധി വാക്കിൽ നിന്ന് കട്ടിട്ട് അമ്പിയാക്കളുടെ ഈ വിഷയം പറഞ്ഞ് ശിർക്ക് സ്ഥാപിക്കുന്ന അമീദ് വൈസി അമ്പലക്കടവിന്റെ പിഴച്ച വാദങ്ങളൊന്നും കേട്ടോളൂ. പറഞ്ഞു തരാം. നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ നിശ്ചയം നിങ്ങൾക്കത് ദൃഷ്ടാന്തമുണ്ട് എന്ന് വിശുദ്ധ ഖുർആനിലുള്ള അള്ളാഹു പഠിപ്പിക്കുന്നു. ഈസ നബി പറയുകയാണ്, നിങ്ങൾ ചോദിച്ചോ ആര് കഴിച്ച ഭക്ഷണം ഞാൻ പറഞ്ഞുതരാം. എന്താ നബി ഞാൻ കഴിച്ചത്? രാവിലെ കാലിച്ച 2 ബിസ്ക്കറ്റ് അല്ലെ? ഞാൻ എന്താ നബി കഴിച്ചത്? നീ ഇപ്പൊ നാസ്താക്കി വന്നിട്ടുള്ളൂ, ഇറച്ചിക്കറി ഒഴിവാക്കി നീ പച്ചക്കറി കഴിച്ചത്. എന്താ എന്റെ പച്ചക്കറി ഉണ്ടായത്? കാരറ്റും ബീട്രൂട്ടും. ഇങ്ങനെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പോലുള്ള അള്ളാഹുവിന്റെ അമ്പിയാക്കൾപ്പെട്ട ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആര് ചോദിച്ചാലും ചോദിച്ച ഭക്ഷണം ഏതാ, കഴിച്ച ഭക്ഷണം ഞാൻ എണ്ണി പറഞ്ഞു തരാം. പറഞ്ഞു കൊടുത്തില്ലേ? വീട്ടിൽ സൂക്ഷിച്ചു വെച്ച കാര്യം ഞാൻ പറഞ്ഞു തരാം. ഈസ പറഞ്ഞു കൊടുത്തില്ലേ? എന്റെ കയ്യിൽ കാശില്ല, എന്റെ കയ്യിൽ കാശുണ്ടോ? 2326 റുപ്യ 50 പൈസ എന്റെ പെട്ടിയിലുണ്ടല്ലോ. പടച്ചോനെ. ബാങ്കിലോ? ആ ബാങ്കിൽ 2,36,000 റുപ്യ ഉണ്ടല്ലോ. ശരിയാണ്. ഈ തോതിന് വീട്ടിൽ സൂക്ഷിച്ചു വെച്ച സാധനങ്ങൾ വരെ മഹാനായ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിന് പരിധിയില്ലാതെ കാണാനും അറിയാനും സാധിച്ചില്ലേ? അത് തന്റെ ആളുകൾക്ക് പറഞ്ഞു കൊടുത്തില്ലേ? അങ്ങനെ ഈസാ നബിക്ക് കഴിയുമെന്ന് വിശ്വസിച്ചാൽ നമ്മൾ മുശ്രിക്കായ സഹോദരന്മാരെ എന്ത് ഫാൾട്ടാണ് പറയുന്നത്? എന്ത് അബദ്ധമാണ് പറയുന്നത്? പരിധിയില്ലാതെ കാണാനും കേൾക്കാനും അള്ളാഹുവിന് മാത്രമാണ് കഴിയുക എന്ന ഈ വാദം എന്തുമാത്രം അബദ്ധ ചടിലമാണ്, എന്തുമാത്രം ഭീമാബദ്ധമാണ് സഹോദരന്മാരെ. ഇതൊക്കെ തൗഹീദിന്റെ അർത്ഥത്തിൽ വ്യാജമായ വ്യാഖ്യാനങ്ങൾ നൽകി സുന്നികളെ മുശ്രിക്കുകളാക്കാൻ വേണ്ടി പുതിയ വിശദീകരണങ്ങൾ ഉണ്ടാക്കിയത് കൊണ്ട് സംഭവിച്ച ഭീമാബദ്ധങ്ങളാണ്. സത്യം പറഞ്ഞാൽ ഒന്നും സംഭവിക്കില്ലായിരുന്നു. ശരി, അതാണ് സത്യം. സത്യം പറഞ്ഞാൽ ഒന്നും സംഭവിക്കില്ലായിരുന്നു. പക്ഷെ സത്യം പറയാൻ സാധിക്കൂല. കാരണം എന്താ? സത്യം പറഞ്ഞാൽ പലതും ഇവിടെ സംഭവിക്കും. അപ്പൊ സത്യത്തിന് സഹോദരങ്ങളെ, ഇവിടെ മുജാഹിദുകള് സുന്നികളെ മുശ്രിക്കാക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് ഇപ്പൊ വിശ്വാസം എന്നാണ്. അതിന് വേണ്ടിയിട്ട് അദ്ദേഹം ആയത്തോതി എന്താ പറയുന്നത്? ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പാണ്ഡുരോഗികളെ കുഷ്ഠരോഗികളെ ഒക്കെ മാറ്റി, അതുപോലെ തന്നെ വീട്ടിൽ സൂക്ഷിച്ചു വെക്കപ്പെട്ട സാധനങ്ങൾ പറഞ്ഞു എന്നാണ്. അപ്പൊ പറഞ്ഞു നോക്കുമ്പോ ഈസാ നബിന്റെ കാലത്ത് ബിസ്ക്കറ്റ് ഉണ്ട് എന്നാ മനസ്സിലാണ്. ഏത് കമ്പനിയാണ് മൂപ്പര് പറഞ്ഞിട്ടില്ല. ബ്രിട്ടാനിയയാണോ ഇനി അത് മറ്റേ അതേപോലെ തന്നെ പിന്നെ പേഴ്സാണോ പിയലാണോന്നും പറഞ്ഞിട്ടില്ല. അതേമാതിരി ബാങ്കുണ്ട്, പൈസ അടക്കലൊക്കെ ഉണ്ട് എന്നുള്ള ആൾക്കാണ് ഇപ്പൊ കറക്റ്റായിട്ട് ഇങ്ങനെ നാസ്താക്കിയതും ബിസ്ക്കറ്റ് എന്നൊക്കെ പറയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല ആ കാര്യം പറയുമ്പോൾ അവിടെ എല്ലാം ബിഇദ്നില്ല എന്നാ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം, അള്ളാഹുവിന്റെ അറിവ് പ്രകാരം എന്നാണ്. പടച്ചോൻ അറിയിച്ചു കൊടുക്കുമ്പോൾ അറിയുന്ന അതങ്ങോട്ട് മാറ്റിയിട്ട് നിരുപാധികം അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാർക്ക് അദൃശ്യ കാര്യങ്ങൾ അറിയും, മറഞ്ഞ കാര്യങ്ങൾ അറിയുമെന്ന് വരുത്തി തീർക്കുന്നത് മുഅ്ജിസത്ത് നിഷേധാണ്. ശിർക്ക് സ്ഥാപിക്കണ മാത്രമല്ല, മുഅ്ജിസത്ത് നിഷേധ, അത് കുഫ്റാണ്. അപ്പൊ എന്തെല്ലാം ആയിപ്പതില് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ലേബിളിൽ നിന്നിട്ടാണ് ഈ പ്രമാണ വിരുദ്ധമായ രൂപത്തിൽ. എന്നാ അമ്പിയാക്കന്മാർക്ക് അങ്ങനെ നിരുപാധികം അറിയാനുള്ള കഴിവുണ്ടോ? ഇല്ല എന്ന് വേറൊരു ഫൈസി പറയാണ്. ഇല്ല എന്നാണ് വേറെ പൈസ വരുന്നത്. അപ്പൊ ഏതായാലും ശരി എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ബോധ്യാവും. കേട്ടോളൂ. അപ്പോ അല്ലാഹു തആലക്ക് ഓരോ കാര്യം ചെയ്യുന്നതിന് അവന്റേതായ സമയമുണ്ട്. എല്ലാ കാര്യവും അതിന്റെ നിയമം നോക്കി അള്ളാഹുവാണ് ഉദ്ദേശിക്കുന്നത്. അള്ളാഹു ഉദ്ദേശിച്ചാൽ നിങ്ങൾക്ക് ഉദ്ദേശിക്കാൻ സാധ്യമല്ല. ഔലിയാക്കൾ ചെയ്യുന്നത് അള്ളാഹ് ജീവിപ്പിക്കുകയാണ്, അള്ളാഹ് നിങ്ങളെ കഴിവ് കൊടുക്കുകയാണ്. അവർക്ക് പരിധിയുണ്ട്. പരിധിയില്ലാത്ത ഒരു ഒലിയുമില്ല, ഒരു പ്രവാചകനുമില്ല. പക്ഷേ സാധാരണക്കാർക്ക് ഇല്ലാത്തത് അള്ളാഹു തആല നൽകുന്നു. എവിടെയാണ് പ്രശ്നം? അവർക്ക് പരിധിയുണ്ട്. പരിധിയില്ലാത്ത ഒരു ഒലിയുമില്ല, ഒരു പ്രവാചകനുമില്ല. പക്ഷേ സാധാരണക്കാർക്ക് ഇല്ലാത്തത് അള്ളാഹു തആല നൽകുന്നു. എവിടെയാണ് പ്രശ്നം? അതാർക്കാ തർക്കം? അതന്നല്ലേ ഈ കറാമത്ത് മുഅ്ജിസത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ടല്ലേ ഞങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ മനുഷ്യനാണ് എന്ന് പറയാത്തത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹിയുണ്ട്,
ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കണ്ടിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്ജിസത്ത് പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഔലിയാക്കന്മാർക്ക് കറാമത്തുണ്ട്. മരണപ്പെട്ടാലും അവരത് വെളിപ്പെടും. ഒക്കെ അംഗീകരിക്കുന്നതാണ്. പക്ഷെ അതിന്റെ മറവില് മരണപ്പെട്ടു പോയ മഹാത്മാക്കളെ വിളിച്ചു തേടാൻ അത് തെളിവല്ല. അപ്പൊ പരിധി ഉണ്ട് എന്നതാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദയെങ്കിൽ പരിധിയില്ലാതെ കാണാൻ കഴിയുമെന്ന പുത്തൻ വാദമാണ് അപ്പുറത്ത് അമീദ് വൈസി അമ്പലക്കടവ് പറഞ്ഞത്. അപ്പൊ ഇവർക്കുള്ള താല്പര്യം എന്താ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഇനി ഈ വിഷയത്തിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 1-2 ആയത്തുകൾ കേട്ടോളൂ. വിശുദ്ധ ഖുർആൻ തന്നെ സൂറത്ത് ജിന്ന് 26-27 ആയത്തിലൂടെ പറയുന്നത് എന്താണ്? ആലിമുൽ ഗൈബി ഫലാ യുദറു അലാ ഗൈബി അഹദാ. അവൻ അദൃശ്യകാര്യങ്ങൾ അറിയുന്നവനാകുന്നു ആര്? അല്ലാഹു തആല. എന്നാൽ അവൻ തന്റെ അദൃശ്യകാര്യങ്ങൾ ഒരാൾക്കും അവന് വെളിപ്പെടുത്തി കൊടുക്കുകയില്ല. എന്നിട്ട് പറയുന്നു ഇല്ലാ മനിർത്തലാമിർ റസൂൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെട്ട റസൂലുമാർക്കല്ലാതെ അത് അല്ലാഹുവിന്റെ പ്രവാചകന്മാർ തന്നെയാണ് എന്നുള്ളതിന് ഇനി അഥവാ ഔലിയാക്കന്മാർക്ക് അതങ്ങനെ വഹി കിട്ടുമെന്ന് പറയാൻ നിൽക്കണ്ട. അത് അല്ലാഹുവിന്റെ അമ്പിയാക്കന്മാരിൽ തെരഞ്ഞെടുത്ത റസൂലുമാർക്കാണ് എന്നതിന്റെ വ്യക്തമായ തെളിവാണ് എന്ത്? فإنه يسلك من بين يديه ومن خلفه رصدا. എന്താണ് ഇവിടെ പറയുന്നത്? അല്ലാഹു ആ റസൂലിന്റെ മുമ്പിലും പിന്നിലും പാറാവുകാരെ ഏർപ്പെടുത്തുന്നുണ്ട്. അപ്പൊ ഒരു വഹി ഇറക്കുമ്പോൾ അതിന് പ്രൊട്ടക്ഷനായി മലക്കുകൾ ഇറക്കും. അപ്പൊ അത് അമ്പിയാക്കന്മാരിൽ അല്ലാഹു തെരഞ്ഞെടുത്ത റസൂലുമാർക്ക് മാത്രമേ പ്രിയപ്പെട്ടവരെ അത് അറിയാൻ കഴിയുള്ളൂ എന്നാണ് സൂറത്ത് അൻആമിന്റെ 50-ലും അത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ സൂറത്ത് അറാഫിന്റെ 199-ലൊക്കെ പറയുന്നുണ്ട്. സമയം അതിക്രമിക്കുന്നത് പോലെ വിശദീകരണം ഞാൻ കുറയ്ക്കുകയാണ്. അപ്പൊ ഇവിടെ സത്യത്തില് അള്ളാഹുവിന് പുറമെ അമ്പിയാക്കളെ ഔലിയാക്കളെ വിളിച്ചു തേടാൻ വേണ്ടിയിട്ടുള്ള വാദമാണ് ഇവിടെ പഠിപ്പിച്ചു കൊടുക്കുന്നത്, അല്ലെ? നോക്കൂ നിങ്ങൾ, ഖുർആനും സുന്നത്തും മാറ്റിവെച്ച് ഷിയാക്കൾ പിൽക്കാലത്ത് രചിക്കപ്പെട്ട ഈ മൗലിദിലൂടെ ഈ സമുദായത്തിന് ഇവർ നൽകിയത് എന്താ? ഈ ശിർക്കൻ വിശ്വാസം. യാ സയ്യിദി യാ റസൂലല്ലാഹി ഖുദു ബിയദി മാലി സിവാക വലാ അൽവിലാ ഹദീ. യാ സയ്യിദി എന്റെ നേതാവായ നബിയേ, യാ സനദി എന്റെ അവലംബമേ, ഖുദു ബിയദി എന്റെ കൈ പിടിക്കണേ റസൂലേ, മാലി സിവാക വലാ അൽവിലാ ഹദീ. എനിക്ക് നിങ്ങളല്ലാതെ ആരുമില്ല, ഞാൻ മറ്റൊരാളേക്കും തിരിയൊന്നുമില്ല. പ്രതിസന്ധി ഘട്ടത്തിൽ പോലും വഫാത്തായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു തേടാൻ ബദർ മൗലിദ് എന്താ പറയുന്നത്? യാ മംബി ഹല്ലറദാ വമംബി ഹമ്മിൻ നക്കിദാ കുല്ലാദിയം മുസ്തൻജിദാ യാ അഹ്ല ബദർ ശുഹദാ. വിഷമങ്ങൾ അതികഠിനമാകുമ്പോൾ, പ്രയാസങ്ങൾ അങ്ങേയറ്റം വരുമ്പോൾ, മനക്ലേശം ഉണ്ടാകുമ്പോൾ രക്ഷ തേടി വിളിച്ചോളൂ എന്ത്? യാ അഹ്ല ബദർ ശുഹദാ, ബദർ ശുഹദാക്കളെ. അതുപോലെ ബദർ മാലയിൽ പറയുന്നത് എന്താ? എന്നും കൊടുമ മീകന്തോരി ദീനത്തിൽ അവരെ വിളിച്ചിതു അനയിരുന്നെങ്കിൽ അന്നേരം തന്നെ ശിവകളെ കിട്ടാതെ ആയിട്ടതില്ലാവോ ഇത്തേനുമെന്നോവര്. ദുആ ചെയ്താൽ മതി. ബദരീങ്ങളെ വിളിച്ചുകൊണ്ട് വേദന ഉണ്ടാകുമ്പോൾ പച്ചയായ ശിർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന തൗഹീദിന്റെ ആ വ്യക്തിത്വം ലോകത്തോട് വിളിച്ചു പറഞ്ഞ സന്ദേശം എന്താ? 72-ാമത്തെ ആയ സൂറത്ത് ജിന്ന് 20-ാമത്തെ ആയത്ത് മറിച്ചോ? ഖുൽ പറയൂ നബിയേ, ഇന്നമാ ദൂ റബ്ബി വലാ ഉശ്രികു ബി അഹദാ. ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ ദുആ ചെയ്യുകയുള്ളൂ, അതിന് ഞാൻ ഒരാളെയും പങ്കുവെക്കുകയില്ല. എന്നാലോ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെ ഔലിയാക്കന്മാരെ പങ്കുവെച്ചു, അമ്പിയാക്കന്മാരെ പങ്കുവെച്ചു. അവരോട് അള്ളാഹുവിനോട് ചോദിക്കേണ്ട കാര്യങ്ങൾ ചോദിച്ചു. മമ്പ്രമാലയിൽ പറയുന്നത് എന്താ? തെറ്റുകുറ്റം മുത്തപാപിയുടെ കൽഭാഗത്തെ കുറ്റമറ്റേതാക്കിടേണ് മമ്പുറത്തെ മുത്തേ. തെറ്റുകുറ്റങ്ങൾ ചെയ്തവൻ ആരിലേക്കാ തിരിയേണ്ടത്? അള്ളാഹുവിലേക്ക്. ഇവിടെ തിരിഞ്ഞതോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ പാത പിൻപറ്റിക്കൊണ്ട് കൃത്യമായി റബ്ബിനോട് തേടേണ്ടതിന് പകരം ഖുതുബ് സമാൻ മമ്പുറം തങ്ങളെ വിളിച്ചു പ്രാർത്ഥിച്ചോ? റസൂലുള്ളാഹി തേടിയോ? അങ്ങനെ മഹാന്മാരായ സ്വഹാബത്തുൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് തന്നെ അസാന്നിധ്യത്തിൽ പ്രയാസങ്ങൾ ഉണ്ടായി. അവരാരെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു തേടിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന് ശേഷം സ്വഹാബത്ത് ആരെങ്കിലും അങ്ങനെ വിളിച്ചു തേടിയോ? ഇല്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ ഇവിടെ സത്യത്തില് ഈ അന്ധവിശ്വാസം അരക്കെട്ടുറപ്പിക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത്. മാത്രല്ല ഇതിന്റെ മറവിൽ പിന്നെ ഖബർ വ്യവസായം നടത്തുകയാണ്, അല്ലെ? ഖബർ കെട്ടിപ്പൊക്കുക, എന്നിട്ട് വ്യവസായം നടത്തുക, എന്നിട്ട് ഔലിയാക്കന്മാര് എന്ന
ആ ഖുർആൻ പറഞ്ഞ ഈമാനും തഖ്വയും സൂക്ഷ്മതാബോധവുമുള്ള ആളുകൾ, ആ ആളുകളെ അവരിലൂടെ ഉണ്ടാകുന്ന കറാമത്തുകൾ അത് കൃത്യമായി അഹ്ലുസുന്നത്തിന്റെ അഖീദയായിട്ട് നമ്മൾ വിശ്വസിക്കണം, അത് അംഗീകരിക്കണം. അവരുടെ പേര് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹു എന്നും അവർ സ്വാലിഹീങ്ങളാണെന്നും വിശ്വസിക്കണം. പക്ഷേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെയല്ലാത്ത ചില ഔലിയാക്കന്മാർ, ഒരു ഇസ്ലാമുമില്ല ദീനുമില്ലാത്ത എന്തൊക്കെയോ ചില അത്ഭുതങ്ങൾ കാണിക്കുന്നവരാണ് ഔലിയ എന്നാണ്. അങ്ങനെയാണ് ഇപ്പൊ കരണ്ട് മോഹനൊക്കെ സൂപ്പർ ഔലിയാണ്. കാരണം എന്താ, 2500 kV കരണ്ട് മല ഇങ്ങനെ പിടിച്ചിട്ട് ഒരു ഷോക്കുമില്ല അല്ലേ? മാത്രമല്ല ചന്ദ്രന് പോയ നമ്മളെ പിന്നെന്താണ് ആദ്യത്തെ വനിത ഉണ്ടല്ലോ, എന്ത് ചവളയാണ് അവളെ പേര് എനിക്ക് ഓർമ്മല്ല, ഓളൊക്കെ ഇപ്പൊ സൂപ്പർ ഔലിയുണ്ട്. കാരണം എന്താ, ചന്ദ്രനല്ലേ പോയി പോകുന്നത്, ഭയങ്കര അത്ഭുതമല്ലേ കാണിച്ച് ആ കാലഘട്ടത്തിൽ അല്ലേ? അങ്ങനെ സഹോദരങ്ങളെ, മുതുകാടൊക്കെ ഇപ്പൊ സൂപ്പർ ഔലിയാക്കണം. എന്തൊക്കെ അത്ഭുതം കാണിക്കുന്നത്, അത്ഭുതം കാണിക്കണവന്റെ പേരല്ല ഔലിയ. വെള്ളത്തിന്റെ മുകളിലൂടെ ഒരുത്തന് ഒന്നുമില്ലാതെ നടന്നു പോകുന്നത് കണ്ടാൽ ഓ ഔലിയ എന്ന് പറയേണ്ട, അവൻ തവള എന്ന് പറഞ്ഞു എന്നാണ് ഷാഫി ഇമാം പറഞ്ഞു. പിശാച് അവനെ താങ്ങിക്കൊണ്ടുപോയാണ്, ഓന്റെ ജീവിതം പരിശോധിക്കണം എന്നാണ്. എന്നാ ഇവിടെ ഔലിയാക്കന്മാരെ പറ്റി പറയുന്നത് നിങ്ങള്, റഹ്മത്തുള്ള ഖാസിം മൂത്തേടം ബീരാൻ ഔലിയ പാപ്പ എന്ന് പറഞ്ഞ ഔലിയ. ഏതായി ബീരാൻ ഔലിയ പാപ്പ? ലാ കണ്ണയില്ലല്ല, ലാ മൂക്കയില്ലല്ല, ലാ കാതയില്ലല്ല, ലാ കാലയില്ലല്ല, ലാ വാലയില്ലല്ല, ലാ പുക്കളയില്ലല്ല, ലാ തലവല വാലയില്ലല്ലോ. നാവിനെ നനച്ചുകൊണ്ട് തുലാസ് കലം തൂങ്ങുന്ന റബ്ബിന് ഇഷ്ടമുള്ള അനവധി ദിക്ർ ഇവിടെ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ ഒഴിവാക്കി പിരാന്ത ദിക്ർ ഉരുവിട്ട ഇത്തരത്തിലുള്ള ആൾക്കാരെ ഔലിയാക്കന്മാരാക്കിയത് മാത്രമല്ല, നാളെ നടക്കുന്നത് ഇന്നവർക്ക് പറയാൻ പറ്റുന്നതാണ്. ഇതൊക്കെ അവിശ്വസിച്ച വഹാബികളെ പറ്റി മുമ്പ് പറയാണ്, സാധുക്കളെ ഓലെ നമ്മൾ ചീത്തറിഞ്ഞിട്ട് കാര്യമില്ല, ഓൽക്ക് ഹിദായത്തിന് വേണ്ടി ദ്വാരക്കാനാ വേണ്ടത്. നിങ്ങളൊന്ന് ആലോചിച്ചു, ഹിദായത്ത് കിട്ടിയിട്ട് ഇനിയും ഹിദായത്തിന് വേണ്ടി ദ്വാരക്കാനാ, അത് ഉറപ്പിച്ചെടുത്താൻ പ്രവർത്തിക്കാനാ വേണ്ടത്. കേട്ടോളൂ നിങ്ങൾ ആ ബീരാൻ പാപ്പന്റെ കറാമത്ത്. കൂട്ടിലങ്ങാടി പാലത്തിന്റെ ചുവട്ടിൽ നിന്ന് നോട്ടിന്റെ കെട്ടി എടുത്തു കൊടുത്തിരുന്നു ബീരാൻ ഔലിയ പാപ്പ റഹ്മത്തുള്ളാഹി അലൈഹി. അല്ലാഹു അവരെയും നമ്മയും ജന്നാത്തുൻ നഈമിലേക്ക് ചേർക്കട്ടെ. മശായിഖന്മാർ ഈ തർബിയത്ത് കിട്ടിയ എല്ലാവരും ബഹുമാനപ്പെട്ട ജലാൽ മസ്താൻ റളിയല്ലാഹു അൻഹുവിന്റെ മുരീദമാരിൽ പ്രധാനികളായ ആളുകളാണ് അവരെല്ലാം. ബഹുമാനപ്പെട്ട പാടന്തറയിൽ കിടക്കുന്ന മഹാനായ സയ്യിദ് സ്വാലിഹ് മൗലാ റളിയല്ലാഹു അൻഹുവിന്റെയും അങ്ങനെയുള്ള മശായിഖന്മാരുടെ മുഴുവനും തർബിയത്തിലും സ്വഹബത്തിലുമുള്ള ആളുകളാണ് അവരെല്ലാം. അവരൊക്കെ ദീനിന്റെ നിറകുടങ്ങളായ ആളുകളായിരുന്നു. നാളെ നടക്കുന്നത് ഇന്നവർക്ക് പറയാൻ കഴിയുമായി. മനുഷ്യനെ അല്ലാഹു ബഹുമാനിച്ചത്, ഇത് എതിർത്തിട്ട് കാര്യമില്ല. സ്വന്തം സംഘടനയിൽ അങ്ങനെ ഒരാളില്ലാതായപ്പോൾ പല ആളുകളും പറഞ്ഞു അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞതാണ്. അതാണ് മുജാഹിദ് എതിർക്കാൻ കാരണം. അവരെ സംഘടന നോക്കുമ്പോൾ അങ്ങനത്തെ ഒരാള് പറഞ്ഞിട്ട് കാര്യമില്ല, അവർ സാധുക്കളാണ്. അവരെ പറ്റി നമ്മൾ ദേഷ്യം പിടിച്ച് മറുപടി പറയല്ല വേണ്ടത്. പാവങ്ങളെ അല്ലാഹു നിങ്ങൾക്ക് തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു നിങ്ങളെ നന്നാക്കി തരട്ടെ എന്ന് ദ്വാരക്കാണ് വേണ്ടത്. പാവങ്ങളാണ് അവരെ സംഘടനയിൽ അങ്ങനെ ആളവർക്ക് കിട്ടാത്തതുകൊണ്ടാണ് പാവങ്ങൾ. സാധുക്കൾ വല്ലതും നേർച്ചയാക്കിയാൽ അവർക്ക്, അപ്പൊ സാധുക്കൾക്ക് വല്ലതും നേർച്ചയാക്കി അവർക്ക് കൊടുക്കുക. കാരണം എന്താ, നമ്മളെ കൂട്ടത്തില് അങ്ങനെ ഒരു ഔലിയല്ല. എങ്ങനത്തെ ഔലിയ? പാലത്തിന്റെ ചോട്ടിന്ന് നോട്ട് കെട്ടെടുത്ത ഔലിയ. അങ്ങനെ ഒരു കള്ളനോട്ട് അടിച്ചിട്ട് അത് വെക്കണ ഒരൊറ്റ മുജാഹിദീങ്ങൾ നമ്മളെ കൂട്ടത്തിൽ ഇല്ലാത്ത നന്നായി. ഇതിപ്പോ തിരൂര് ഭാഗത്തൊക്കെ പോവുകയാണെങ്കിൽ അതിലേറെ ലക്ഷക്കണക്കിന് ഉറുപ്പ്യ സഹോദരങ്ങള് കെട്ടായിട്ട് കൊടുക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ബീരാൻ ഔലിയ പാപ്പാന്റെ കറാമത്തപ്പ് 10,000 ഉറുപ്പ്യ എടുക്കുകയാണെങ്കിൽ 1,00,000 ഉറുപ്പ്യന്റെ കള്ളനോട്ട് കൊടുക്കുന്നതാണ്. ഓനെ വിറ്റ് കായാക്കിയാൽ മതി. തിരക്കുള്ള അങ്ങാടിയിലൊക്കെ പോയിട്ട് സാധനം വാങ്ങിയിട്ട് 500,000 ചെലവാക്കിയിട്ട് 10 മാസം കൊണ്ട് 1,00,000 എങ്ങനെ ചെലവാക്കിയാൽ പോരെ? അപ്പൊ കള്ളനോട്ട് ഈ പാലത്തിന്റെ ചോട്ടിന്ന് എടുത്തത് അല്ലെങ്കിൽ എവിടെയെങ്കിലും മോട്ടിച്ചത് അത് എടുത്തെടുത്തതാണ് ഇപ്പൊ വലിയ കറാമത്ത്. അങ്ങനത്തെ ഔലിയാക്കന്മാര് നമുക്ക് ആവശ്യമില്ല. ഞങ്ങൾ ഔലിയാക്കന്മാര് വിശ്വസിക്കുന്നുണ്ട്. അതേതാ ഔലിയാക്കന്മാര്? അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ. അതാണ്. അല്ലാതെ നഖം നീട്ടി താടിയൊക്കെ നീട്ടിയിട്ട് മുറുക്കാൻ തൊപ്പിയാക്കി അട്ട പിടിപ്പിച്ച് തിരുമ്പൂല്ല, കുളിക്കൂല്ല, മലമൂത്ര വിസർജന നടത്തിയാൽ വൃത്തിയാക്കൂല്ല, എന്നിട്ട് അങ്ങനെ മത്സരിച്ച് 5 വക്ത് നിസ്കരിക്കാതെ അങ്ങനെ കിടക്കുക. അങ്ങനെ കിടക്കുകയാണ്. എന്താ അങ്ങനെ പള്ളി പോരാത്തെ? മൂപ്പർക്ക് ഒരു തടിയുണ്ട്, മൂപ്പരിപ്പോ അവിടെ നിസ്കരിക്കുകയാണ്, ഹറമിൽ ഇമാമിക്കുകയാണ്, CM മടവൂർ നിസ്കരിക്കാറില്ല എന്ന് ഇവരെ എഴുതിയ പുസ്തകത്തിൽ തന്നെ ഉണ്ട്. ആരോപണം കേട്ടൊരു മുസ്ലിയാർ ചെന്നപ്പോ ക്ലിപ്പിട്ട് കാണിച്ചു കൊടുത്ത് കയ്യിലാണ്. അപ്പൊ നോക്കുമ്പോ ഹറമില് മൂപ്പര് ഇമാമൊക്കെയുണ്ട്. ഇനി മൂപ്പരെ പറ്റി എതിർക്കാൻ പറ്റൂല. നല്ല സുഖ. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ കോലത്തിലാണ്
പണ്ട് വയനാട്ടിലേക്കും കാസർഗോട്ടും ഒക്കെ ഔലിയാൻ കയറില്ല. കാരണം അന്ധവിശ്വാസത്തിന് നല്ല വളക്കൂറുള്ള മണ്ണ് അവിടെ ആയിരുന്നു. ഇന്നിപ്പോ അവിടെയൊക്കെ പല ജാലങ്ങളും പൂട്ടി. ഉള്ളാള് ദർഗ വമ്പിച്ച കറാമത്തും വ്യവസായമുള്ള കേന്ദ്രമായിരുന്നു. അവിടുത്തെ കറാമത്ത് പൊളിഞ്ഞെങ്ങനെ അറിയങ്ങള്, അവിടെ കുട്ടികളില്ലാത്ത ആളുകൾക്ക് ഒരു പ്രത്യേക ഖബറുണ്ട്. അതിൻ്റെ അടുത്ത് പോയിട്ട് അവിടെ നിൽക്കുന്ന ഒരു വലിയ ഉസ്താദ് ഒരു പ്രത്യേക അർത്ഥങ്ങനെ ഒഴിഞ്ഞൊടുക്കണം, ഒരു കൊടി. സത്യത്തിൽ ആ ഒഴിഞ്ഞൊടുക്കണ മൂലിയർക്ക് 15 കൊല്ലം കുട്ടികളില്ല. അത് നമ്മൾ തുറന്നു പറഞ്ഞോളൂ, പിന്നെ ആൾക്കാർ പോക്ക് അവിടെ നിർത്തി. അതേപോലെ തന്നെ നമ്മളെ ഓച്ചുറപ്പാപ്പ എന്ന ദാമോദരനാച്ചിലുള്ള കുപ്പസ്വാമി കാന്തപുരപ്പൊക്കെ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്ത യാറം സഹോദരങ്ങൾ, ഒരു മാസത്തില് യഥാർത്ഥത്തിൽ ഒരു വർഷത്തിൽ 8.5 ലക്ഷവും അല്ലെങ്കിൽ ഒരു മാസത്തിൽ തന്നെ 8.5 ലക്ഷത്തോളം വരുമാനമുള്ള ജാറയായിരുന്നു. ഇന്ന് 2500 റുപ്യ ഒരു മാസത്തിന് കഴിയില്ല. ഈ മാറ്റം ഇവിടെ ഉണ്ട്. അതിനുവേണ്ടി പ്രവർത്തിക്കണം. അതൊന്നും ഇവിടെ പറയാൻ പറ്റില്ല. ഇവിടെ ജിന്നും മലക്കും വിളിച്ച് പ്രാർത്ഥിക്കണ്ട. അതാ നമ്മളെ മുഖ്യ ചർച്ച. അത് പറഞ്ഞങ്ങനെ നടക്കുക, നാട് നീളെ തേരാപ്പാറ നടക്കുക. 4 മണിക്ക് തുടങ്ങിയിട്ട് 1:30 വരെ പയൽ തന്നെ. നോണ പറഞ്ഞ് സ്ഥാപിക്കണമെങ്കിൽ സമയം അധികമാണല്ലോ. ഒരു ചോദ്യം ചോദിച്ചാൽ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ വരെ 3/4 മണിക്കൂർ മറുപടി. ഈ കോലത്തിലൊക്കെ വാചാലതയുള്ള അല്ല ഹിദായത്ത് നൽകിയിട്ടും അത് റബ്ബ് നൽകിയതാണ് എന്നും അത് സ്വർഗത്തിന്റെ വഴിയാണെന്നും മനസ്സിലാക്കേണ്ടതിന് പകരം എന്തൊക്കെയോ ഭൗതിക താല്പര്യങ്ങൾക്ക് വേണ്ടി തിരിഞ്ഞുപോയവർ എത്രമാത്രം മലീമസപ്പെട്ടു പോയി സഹോദരങ്ങളെ, എത്രമാത്രം അതപ്പതിച്ചു പോയി എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഇതാണ് നമ്മൾ പറയേണ്ടത്. മറ്റത് ഇവിടെ നടക്കണില്ല, നടക്കാത്തല്ല പറയില്ലേ, നടക്കണത് പറയും. അതിനാണ് നമ്മൾ രംഗത്ത് വരുന്നത്. അപ്പൊ ഇവിടെ പ്രിയപ്പെട്ടവരെ ഈ തരത്തിലുള്ളതാണ്. ഇപ്പൊ വേങ്ങര കോയപ്പാപ്പ, എന്താ വേങ്ങര കോയപ്പാപ്പാന്റെ സ്ഥിതി? താജുൽ ഔലിയ എന്നാണ്. താജ് ഔലിയാക്കന്മാരെ കിരീടം. നിങ്ങൾ ആലോചിച്ച് നോക്കി. E.K. അബൂബക്കർ മുസ്ലിയാരാണ് തറക്കല്ലിട്ട്. അതിന് മയ്യത്ത് നിസ്കരിച്ച ആളെ പേര് ഞാൻ പറയണില്ല, പേടിച്ചിട്ടൊന്നല്ല. ഇനി അതൊരു മാനസികമായിട്ട് മരിച്ചുപോയ ഒരു വ്യക്തിന്റെ പേര് ഞാൻ പറയേണ്ടത് വെച്ചിട്ടാണ്. അപ്പൊ ഇതൊക്കെ സത്യത്തിൽ എന്തിനാണ് ഇവർ ഓശാന പാടുന്നത്? ഈ വേങ്ങര കോയപ്പാപ്പ അവിടെ മാനസികമായി നടക്കുന്ന ആളാണെന്നും അയാൾക്ക് നിസ്കാരം കാര്യമൊന്നുമില്ലാത്തൊരു മാനസികരൊക്കെ എല്ലാവർക്കും അറിയാം. എന്നിട്ട് അയാളെ കറാമത്ത് എന്താ പറഞ്ഞത്? നോട്ടുകെട്ടല്ല. അയാളെ കറാമത്ത് മഴയില്ലാതെ ചെറുപ്പക്കാർ വന്ന് പരാതി പറഞ്ഞപ്പോ മുണ്ട് പൊക്കി മൂത്രമൊഴിച്ചു. നിങ്ങൾ പോയിക്കോളൂ, നിങ്ങൾക്ക് മഴ കിട്ടുന്നത്. ആശ്ചര്യം, അതാ വരുന്നു തകർപ്പൻ മഴ. ഒരു മഹലിൽ മുഴുവൻ മഴ കൊടുക്കണമെങ്കിൽ വല്ലാത്ത ബ്ലാഡറിനെ കരപ്പ് അല്ലേ? കാരണം ആ സൈസ് കറാമത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിലേക്ക് ചെരുപ്പില്ലാതെ വസ്ത്രമില്ലാതെ വസ്ത്രം നുരുമ്പിയ വസ്ത്രം ധരിച്ച അറാബി പാവപ്പെട്ട സ്വഹാബി നടന്നു വരികയാണ്. അവിടെ നിന്ന് വിളിച്ചാൽ കേൾക്കൂല എന്നുള്ളതല്ലേ വരുന്നത്. വന്നിട്ട് നബിയോട് പറയാം, നബിയെ മഴയില്ല, നിങ്ങൾ ദുആ ചെയ്യണം. റസൂലിന്റെ കൈ ഉയർത്തി ആകാശത്തേക്ക് ദുആ ചെയ്യുന്നു. ഇവര് പഠിപ്പിച്ച ഔലിയാക്കന്മാരെ മുണ്ടുയർത്തി താഴത്തേക്ക് മൂത്രമൊഴിക്കുന്നു. അജഗജാന്തരം വ്യത്യാസമല്ലേ? ഏത് വിഷയത്തിൽ അങ്ങനെ തന്നെയാണത്. എന്നിട്ട് ഈ കോലത്തിൽ ചാരം പൊക്കി. എന്നിട്ട് അതിന്റെ മറവിൽ എന്തൊക്കെയാണ് നടക്കുന്നത് സഹോദരങ്ങളെ? ഫൈസിമാരും സഖാഫിമാരും ദാരിമിമാരും നേതൃത്വം നൽകുന്ന തിരുവനന്തപുരത്തെ ഭീമാപ്പള്ളി ഉറൂസ് നിങ്ങൾ കണ്ടോളി. ആ ഉറൂസും കൊണ്ടോട്ടിയിൽ നടക്കുന്നത് നേർച്ചയാണ്, ഉത്സവമാണ്, പൂരമാണ് എന്നൊക്കെ വിമർശിക്കുന്നുണ്ട്. അത് ശരിയാണ്. എന്നാൽ അവിടെ പോണത് ഇത്തരത്തിലുള്ള ആൾക്കാരെ പുസ്തകങ്ങളിലെ ഫത്വകൾ കേട്ട്, പ്രസംഗങ്ങളെ ഫത്വകൾ കേട്ടിട്ടാണ്. ഭീമാപ്പള്ളി ഉറൂസും കൊണ്ടോട്ടി നേർച്ചയും 2 ക്ലിപ്പ് ഒരുമിച്ചിട്ടുണ്ടാവുന്ന കണ്ടോളി.
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത്തരത്തിലുള്ള അനാചാരങ്ങൾ, കൂത്താട്ടങ്ങൾ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശം കൃത്യമായി പറഞ്ഞു കൊടുക്കേണ്ട ഈ കേരളക്കരയിലാണ് നടക്കുന്നത്. ഇതിനെതിരെ ഒരു പടയോട്ടം നടത്താതെ ജിന്നും സീറും പറഞ്ഞ് ജിന്നുകളെ വിളിച്ച് മലക്കളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരെന്ന് പറഞ്ഞുകൊണ്ട് കേരളക്കരയിൽ ഇനി ഇത് നിർത്താതെ പടയോട്ടം നടത്തിയാൽ ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ല അതിന്റെ പിന്നാലെ ഞങ്ങളുണ്ടാവും. രണ്ടും കൂടി ഒപ്പം പറയാൻ. അതുകൊണ്ട് ഇത്തരത്തിൽ ആരോപണം പറഞ്ഞ് ഇത് ആരും നടക്കാൻ നിൽക്കണ്ട. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതൊന്നും നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇത്തരത്തിലുള്ള സംഗതിയാണ് ഇത്. ഈ പണ്ഡിതന്മാരുടെ നേതൃത്വത്തിലും അവരുടെ പിൻബലത്തിലും കൃത്യമായി നടക്കുകയാണ്. ഇതിന്റെ വരുമാനം പങ്കുപറ്റുകളായി ഇവിടെ കേരളക്കരയിൽ നടക്കുമ്പോൾ ഇത് ന്യായീകരിക്കാൻ നമുക്ക് പറ്റൂല. കാരണം എന്താ, ഇത് ഒരു തരത്തിലുള്ള ചൂഷണം. അപ്പൊ ഇപ്പുറത്തെ അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ വേറെ ചൂഷണങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പൊ നമ്മളെ നൂതന വ്യവസായമായ കാന്തപുര പോക്കർ മുസ്ലിയാരുടെ വമ്പിച്ച മുടിക്കച്ചവടം, ജാലിയൻ വാല എന്ന ബോംബെയിലെ തട്ടിപ്പുകാരൻ്റെ അടുത്ത് കൊണ്ടുവന്ന ഒരു പ്ലാസ്റ്റിക് മുടി, ആ മുടി അതേ തട്ടകത്തിൽ പോയി വാങ്ങിക്കൊണ്ടെന്ന് കത്തിച്ച് കാണിച്ച് അത് സ്വീകാര്യമല്ല എന്ന് തെളിയിച്ചു. എക്സിബിഷനൊക്കെ നടത്തിയിട്ട് എന്നിട്ട് ഇവരൊരു പടയോട്ടം നടത്തി. ഇവിടെ നടത്തിയപ്പോ കാന്തപുരത്തിനെയും അനുയായികളെയും തുറന്നിസ്കരിക്കാൻ പറ്റൂല. അതേപോലെ തന്നെ അവർ മാസപ്പരിവർപ്പിച്ച പെരുന്നാൾ ആഘോഷിക്കാൻ പറ്റൂല, അവരർത്ഥ തിന്നാൻ പറ്റൂല. നിങ്ങൾ ഫത്വ കൊടുത്തില്ലേ? ചോദിക്കട്ടെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതല്ലാത്ത സനദില്ലാത്തൊരു വ്യാജ മുടി അദ്ദേഹം കൊണ്ടുവന്നതിന്റെ പേരിലാണല്ലോ അതുണ്ടായത്. എന്നാൽ ഇവിടെ ചെറിയ ഒരു പെട്ടിക്കട കച്ചവടം നടത്തിയിട്ട് ഒരു 50,000 റുപ്യ ദാറുൽ ഖുർആന്റെ പേരിൽ പോക്കറ്റിലാക്കിയ ഒരു ചെറിയ ബിസിനസ്സുകാരുണ്ട്. അതാരാ നിങ്ങൾ? റഹ്മത്തുള്ളാ ഖാസി മൂത്താടോ. അതിന്റെ ഇടയിൽ മകുങ്ങ വെള്ളത്തിൽ പോയാൽ മുങ്ങിപ്പോയതേ. അപ്പൊ അത് മുങ്ങിയിട്ടില്ല, പൊന്തിച്ച് കാണിച്ചാലാ മൂപ്പര ചെറിയ കച്ചവടം കണ്ടോളി. വെല്ലൂരിൽ നിന്ന് ഹബീബായ റസൂലുള്ളാഹിന്റെ മുടിയിട്ട സനദുള്ള വെള്ളം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. 2 കുപ്പിയിലുണ്ട്. അത് ദാറുൽ ഖുർആനിലേക്ക് 25,000 രൂപ വീതം ചെയ്യാൻ ഈ സദസ്സിൽ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ വാവാട് സ്ഥലം അവർക്കത് നൽകുന്നതാണ്. 2 കുപ്പി വെള്ളം, 2 ബഹുമാനപ്പെട്ട ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സനദുള്ള വെല്ലൂരിൽ നിന്ന് കൊണ്ടുവന്ന വെള്ളാണ്. സനദുള്ള വെള്ളാണ്, എന്തെങ്കിലും തോന്നിയത് പറയല്ല, വെല്ലൂരിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ആർക്കെങ്കിലും താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ പിന്നീട് അറിയിച്ചാൽ മതി. ദാറുൽ ഖുർആനിലേക്ക് 25,000 രൂപ വീതം ആർക്കെങ്കിലും കൊടുക്കാൻ തയ്യാറുണ്ടെങ്കിൽ ആ ആളുകൾക്ക് വേണ്ടി ഇവിടെ ചെന്ന വിതരണം. അപ്പൊ കാന്തപുരത്തിനേക്കാളും മോശമാണ്. കാരണം എന്താ, കാന്തപുരം അബൂബക്കർ മുസ്ലിയാര് മുടിയിട്ട വെള്ളം സഖാഫികൾക്ക് കൊണ്ട് കൊടുത്തിട്ട് എല്ലാ സാധാരണക്കാർക്കും തുറന്നു വെച്ചിട്ട് ചെറിയ പൈസക്ക് വരെ വിറ്റിരുന്നു. 10 റുപ്യ, 50 റുപ്യ, 100 റുപ്യ, 500 റുപ്യൊക്കെ. ഇതിപ്പോ സാധാരണക്കാരന് കണി കാണാൻ പറ്റൂല. കാരണം എന്താ, 25,000 റുപ്യാണ്. വമ്പിച്ച കച്ചവടക്കാരനാണ്. 2 കുപ്പിയാണ്. ഇഞ്ഞുൻ്റെ അടുത്ത് ഇഷ്ടം പോലെ കുപ്പി ഉണ്ട്. അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്തത്, നിങ്ങൾ ഒരു ഭാഗത്ത് മാത്രം സനദില്ലാത്ത മുടി തേടി യാത്ര നടത്തുമ്പോ കാന്തപുരത്തിന്റെ കയ്യിലുള്ളത് മാത്രമല്ല നിങ്ങളെ കയ്യിലുള്ള മുടിക്കും സനദില്ല. സനദുള്ള മുടി വെല്ലൂരിന്ന് കൊണ്ട മുടി അറിഞ്ഞല്ലോ. ചോദിച്ചപ്പോ അവസാനം എന്ത് ചെയ്തു, നിങ്ങള് സത്യസന്ധമായിട്ട് കാര്യങ്ങൾ വേർതിരിച്ച് പറയാൻ നട്ടല് കാണിച്ച അഷ്റഫ് ഫൈസി കണ്ണാടിപ്പറമ്പ് മൂപ്പര് നീച്ചിട്ട് പറഞ്ഞു, കാസിമിന്റെ കയ്യിലുള്ള മുടിക്ക് സനദില്ല. കാരണം എന്താ, വെല്ലൂരത്തെ മുടിയല്ലേ, അത് സനദില്ലാത്ത മുടിയാണ്. കേട്ടോളൂ, ഞാൻ വെറുതെ പറയല്ല, കേട്ടോളൂ. നിങ്ങൾ സനദില്ലാതെ വെല്ലൂർ ബാഖിയാത്തു സാലിഹാത്തിൽ ഒരു മുടിയുണ്ട്, ലത്തീഫിയയിലും മുടിയുണ്ട്. വെല്ലൂർ ബാഖിയാത്തു സാലിഹാത്തിലുള്ള ഷാർ ആ പറയുന്ന മുടി ഇട്ട വെള്ളം അവിടെയുള്ള ബാഖവികളായ ആളുകൾക്കറിയാം. അവിടെ ആർക്കും കൊടുക്കാറില്ല. കാരണം അതിന്റെ സനദിൽ സംശയമുള്ളത് കൊണ്ട്. അവിടെ കൊടുക്കുന്ന വെള്ളം ലത്തീഫിയിൽ നിന്ന് കൊണ്ടുവന്ന വെള്ളം, അത് സനദ് ശരിയുള്ളത് കൊണ്ടാണ്. ഇത് മനസ്സിലാക്കാൻ ബാഖവിയായ അബൂബക്കർ മുസ്ലിയാർക്ക് കഴിയില്ലേ? ആടെ പോയി പഠിച്ചിട്ടുണ്ടല്ലോ, ഉസ്താമാരെ പൊരുത്തമില്ലെങ്കിലും പോയി പഠിച്ചു വന്നിട്ടുണ്ടല്ലോ. ബാഖവിയാണല്ലോ, MFB ആണ്, ബാഖവിയാണ്. അവിടെ ഉണ്ട് എന്ന് മൂപ്പർക്കറിയില്ല. മുടിയുണ്ട്, ബാഖിയാത്തിൽ മുടിയുണ്ട്. ഇന്നലെ ബഹുമാന്യനായ TK ബാവ മുസ്ലിയാർ അവിടെ വെച്ച് പറഞ്ഞു, അങ്ങനെ വെല്ലൂർ ബാഖിയാത്തിൽ മുടിയുണ്ട്. പക്ഷേ ആ മുടി ഇട്ട വെള്ളം അവിടെ ആരെയും കുടിപ്പിക്കാറില്ല. നാടൊട്ടാകെ കുപ്പിയായിട്ട് നടക്കല്ലേ. അപ്പൊ ഈ പറയുന്ന വെല്ലൂർ സൂക്ഷ്മതക്ക് വേണ്ടി അത് സംശയമുള്ളത് കൊണ്ട്, സനദിൽ സംശയമുള്ളത് കൊണ്ട് കുടിപ്പിക്കാറില്ല. മറിച്ച് അവിടെ റബീഉൽ അവ്വൽ 12-ന് വെള്ളം മുക്കി കൊടുക്കുന്നത്, മുടി മുക്കിയ വെള്ളം കൊടുക്കുന്നത് ലത്തീഫിന്ന് കൊണ്ടുവന്ന മുടിയാണ്. ഇവിടെ മുടി വെച്ചിട്ടാ ചെയ്യുന്നത്. എന്തേ? സനദില്ല. സനദില്ലാത്തത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അഷ്റഫുൽ ഖൽഖിന്റെ പേരിൽ സ്വീകരിക്കാൻ മുസ്ലിം ഉമ്മത്തിന് ഒരു ബാധ്യതയുമില്ല. എന്നിട്ട് ഞങ്ങളോട് തെളിയിക്കാൻ ആവശ്യപ്പെടും.
ഉണ്ടോ? അപ്പൊ ലത്തീഫിയയിലുള്ള മുടിക്ക് സനതുണ്ട്. എന്നാ അതിന്റെ സനത് നിങ്ങൾ വായിക്കി. അപ്പൊ വെല്ലൂരിൽ നിന്ന് കൊണ്ടുവന്ന മുടിക്ക് സനതില്ല എന്ന് ഉറപ്പായി. അപ്പൊ ഖാസിമി ചെയ്ത കച്ചവടം കാപട്യമാണ്, ആത്മീയ ചൂഷണമാണ്. അപ്പൊ കാന്തപുരത്തിന്റെ അതേ വിധിയല്ലേ മൂപ്പർക്കും വേണ്ട? അല്ലേ അല്ലേ? എന്താണ് ആ വിധി? കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ ചൂഷണത്തിൽ അകപ്പെട്ട ആളുകൾ, ആ ആളുകളും ഇവർ നടത്തിയ കുപ്രചരണങ്ങൾ കേട്ടിട്ട് ഒരു ചോദ്യം മുഖാമുഖത്തിൽ. എന്താണ് ആ ചോദ്യങ്ങളൊന്ന് കേട്ടോളി. ഹുസൈൻ ചേലാമ്പ്ര. എൻ്റെ ചോദ്യം, മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വേദ തിരുകേശമെന്ന് പറഞ്ഞുകൊണ്ട് ഉടനീളം നടത്തുന്ന കാന്തപുരം AP ബക്കർ മുസ്ലിയാർ, അതുപോലെ സ്വപ്നജീവി, അതുപോലെ തന്നെ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി, ഇവർ ഇത്രയും തെറ്റ് ചെയ്തു എന്ന് സമസ്തക്കും പണ്ഡിതന്മാർക്കും ബോധ്യപ്പെട്ട അടിസ്ഥാനത്തിൽ ഇവരോട് തുടർന്ന് നിസ്കരിച്ചാൽ നിസ്കാരം സ്വീകാര്യമാകുമോ? ഇവർ നിക്കാഹ് ചെയ്താൽ ആ നിക്കാഹ് സ്വീകാര്യമാകുമോ? അതുപോലെ തന്നെ ഇസ്ലാമിനെ മാസപ്പിറവ് ഉറപ്പിച്ചാൽ അത് സ്വീകരിക്കണമോ എന്നതിനെ കുറിച്ച് കൊണ്ട് ഒരു മറുപടി ലഭിച്ചാലും. നിങ്ങളെ വിശ്വാസപ്രകാരം കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ കളവ് പറയുമോ? അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ടത് കളവ് പറയുന്നത് പോലെയുണ്ട്. ഒരു ഫാസിഖിനോടും ഒരു കാദിബിനോടും തുടരാൻ പറ്റുമോ പറ്റില്ലയോ? ഷാഫി മദ്ഹബ് പറ്റില്ല എന്നാണ്. അപ്പൊ ഖാസിമിയെ തുടരാൻ പറ്റുമോ ഇല്ലേ? അതും കൂടി പറഞ്ഞോളി. കാരണം അയാൾ കൊണ്ടുവന്നത് സനദില്ലാത്ത മുടിയാണ്, വ്യാജമാണ്, റസൂലിന്റെ പേരിൽ കളവാണ് പറഞ്ഞത്. ഒരു ഹുക്കുമന്നല്ലേ രണ്ടു കൂട്ടർക്കും? ഫത്വ രണ്ടു കൂട്ടർക്കും ഒന്നാകണ്ടേ? അപ്പൊ കാന്തപുരത്തിന്റെ അനുയായികളുടെ ഭക്ഷണം ഹറാമ്, അവരുടെയുമായി ബന്ധപ്പെട്ടത് ഹറാമ്. ഇത് മാത്രം ഇങ്ങനെ സ്വഹിയാകുക? അപ്പൊ ഇതൊക്കെ ഒന്ന് പരിഹരിക്കുങ്ങള്. റസൂലിന്റെ പേരിൽ കളവ് പറഞ്ഞ് സനദില്ലാത്ത മുടി വിറ്റ ഖാസിമിക്കും ഈ ഹുക്കുമ് ബാധകല്ലേ? അദ്ദേഹത്തിന്റെ പിന്നിൽ നിസ്കരിച്ച സംസ്കാരം ശരിയാവുക? ഇതൊക്കെ ചോദിക്കണ്ടേ? ഗൗരവമുള്ള കാര്യമാണ് സഹോദരങ്ങളെ ഇത്. അപ്പോ ഇതൊക്കെ സത്യത്തിൽ എന്താ നിങ്ങള് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ പേരിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അഹ്ലുൽ ബിദ്അത്തി വൽ ഖുറാഫാത്തി വൽ ദലാലത്താണ്. അതുകൊണ്ട് ഈ അഹ്ലുൽ ബിദ്അത്തി വൽ ഖുറാഫാത്തി വൽ ദലാലത്തിന് അഹ്ലു സുന്നത്ത് എന്നല്ല പറയേണ്ടത്, മറിച്ച് അഹ്ലു സമ്പത്ത് വൽ ജമാഅത്ത് എന്നാണ്. ഞാൻ പറയല്ല, റഹ്മത്തുള്ളാഹി ഖാസിം ഉത്തരം പറയണം. കേട്ടോളി. അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരെ മഖബറകൾ വരെ കച്ചവടം ചെയ്ത നാടാണ് കേരളവും മലബാറും കോഴിക്കോടും എന്നും ഞാൻ ഈ കൂട്ടത്തിൽ പറയുകയാണ്. നിങ്ങൾ ചിന്തിക്കണം. ഔലിയാക്കന്മാരെ മഖബറ വിൽക്കുക, ഈ കൗമ ഈ നൗമ് നന്നാവും. ഇവരൊക്കെ പേരാണ് സുന്നി. ഇവര് സുന്നി അല്ല മനുഷ്യന്മാര്, ഇവര് കച്ചവടത്തിന്റെ പാർട്ടിയാണ്. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആളുകൾ വിശുദ്ധ ഖുർആനും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും അനുസരിച്ച് സ്വഹാബത്തിൽ നിന്ന് ഏറ്റുവാങ്ങിയ ദീനിനെ എങ്ങനെയാണോ കലർപ്പില്ലാതെ പഠിപ്പിച്ചത് അങ്ങനെ നമ്മൾ പഠിപ്പിക്കണം. അങ്ങനെ പഠിപ്പിക്കുമ്പോൾ ഇന്ന് കേരളക്കരയില് ഇന്ന് നാം കാണുന്ന എല്ലാ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ലേബിളിൽ നമുക്ക് എണ്ണാൻ പറ്റില്ല. കാരണം അത് ദുർബല ഹദീസിന്റെ, കള്ള ഹദീസുകളുടെ, വ്യാജ ഹദീസുകളുടെ, കെട്ടുകഥകളുടെ, അതുപോലെ തന്നെ വ്യാജ കറാമത്തുകളുടെ പ്രമാണവിരുദ്ധമായ രീതികളിലൂടെ പല വഴികളിലൂടെ കടന്നു വന്നിട്ടുള്ള സംസ്കാരമാണ്. എന്നാൽ മുജാഹിദികൾ വളരെ കൃത്യമായി ഖുർആനും സുന്നത്തും അനുസരിച്ചുകൊണ്ടാണ് ഏത് വിഷയങ്ങളും പറയുന്നത്. അതിൽ നിങ്ങൾ പുതിയതെന്ന് പറഞ്ഞുകൊണ്ട് ആരോപിക്കുന്ന ആത്മീയ ചികിത്സയും അങ്ങനെ തന്നെയാണ്. കൃത്യമായി കൊണ്ട് വിശുദ്ധ ഖുർആൻ കൊണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ പ്രാർത്ഥന ഹദീസിൽ വന്നിട്ടുള്ള റസൂൽ പഠിപ്പിച്ച പ്രാർത്ഥനകൾ കൊണ്ടും അള്ളാഹുവിന്റെ അസ്മാകൾ കൊണ്ടും ശിർക്കില്ലാത്ത, ഹറാമ് ചെയ്യാത്ത, ബിദ്അത്ത് ചെയ്യാത്ത, കൃത്യമായി അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യുന്ന സൂക്ഷ്മതയുള്ള ആളുകൾക്ക്, അങ്ങനെ കൃത്യമായി കൊണ്ട് ഇത്തരത്തിലുള്ള ബാധയുള്ള ആളുകൾക്ക് റുഖിയ നടത്തിക്കൊടുക്കാം, ചികിത്സ നടത്തിക്കൊടുക്കാം. അതിനു വേണ്ടി പ്രത്യേകമായ ഒരു ഹോസ്പിറ്റലുണ്ട്, പ്രത്യേകമായ ക്ലിനിക്കുണ്ട്, അതുപോലെ പ്രത്യേകമായ രൂപത്തിൽ ചില ആളുകൾ സ്ഥാപനങ്ങൾ വൽക്കരിച്ചിട്ടുണ്ട് എന്നൊക്കെ അകത്തും പുറത്തുമുള്ള ആളുകൾ പലപ്പോഴും സമൂഹത്തിൽ പറഞ്ഞു നടക്കുന്നുണ്ട്. അതൊക്കെ വ്യാജമാണ്. പിന്നെ റുഖിയ ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ, പൈശാചിക ബാധയുള്ള സമയത്ത് അങ്ങനെയുള്ള ആളുകൾക്ക് ചികിത്സ നടത്താൻ പറ്റുമെന്നാ നമ്മൾ പറഞ്ഞു. ഇതിന്റെ മറവിൽ അനിസ്ലാമിക ചികിത്സ നടക്കുന്നുണ്ട്. അത് ഖുറാഫാത്താണ്, അങ്ങോട്ട് പോകാൻ പാടില്ല. പോയാൽ നമ്മളെ പരലോകം നഷ്ടപ്പെടും. ചിലപ്പോ പിശാചി സേവകര്, ശിർക്ക് പൂജകന്മാര്, പിശാചുമായി ബന്ധപ്പെട്ട തടസ്സങ്ങളും പ്രയാസങ്ങളാണെങ്കിൽ അവിടെ ചെന്ന് ശിർക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യും, ആശ്വാസം കിട്ടിയെന്ന് വരും. മാറുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതല്ലാതെ പോകാനുള്ള മാനദണ്ഡം റസൂലിന്റെ വിലക്കോ ഇല്ലേ എന്നുള്ള, പോകാൻ പാടില്ല. എന്നാൽ ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ ഇവിടെയുള്ള സുന്നികൾക്കും അതുപോലെ തന്നെ വേറെ മതക്കാർക്കും ഉണ്ടാവുള്ളൂ. മുജാഹിദീങ്ങൾക്ക് ഇതൊന്നും ഉണ്ടാവില്ല. സിഹിർ ബാധയുണ്ട്, കണ്ണേറുണ്ട്, സ്വറവുണ്ട്, മസ്സുണ്ട്, എല്ലാം ഉണ്ട്. അത് സ്വാലിഹായ ഒരു മുസ്ലിയായ ഒരു മനുഷ്യന് വന്നാൽ അവൻ എന്ത് ചെയ്യണം? ഒന്നാമത്തെ അഹ്ലു സുന്നത്ത് പറഞ്ഞത് സ്വയം ഈമാനിൽ വളരുക എന്ന് പറഞ്ഞാൽ മീസു ഒഴിവാക്കുക,
വീട്ടിൽ നിന്ന് ഫോട്ടോകൾ ഒഴിവാക്കുക. അതുപോലെ തന്നെ വീട്ടിൽ എപ്പോഴും നജസ്, മലമൂത്ര വിസർജനം, അതുപോലെ വൃത്തികേടുകളൊക്കെ, ദുർഗന്ധങ്ങളൊക്കെ ഒഴിവാക്കുക. അങ്ങനെ റഹ്മത്തിൻ്റെ മലക്കൾ പ്രവേശിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കുക. ഒതുവോടുകൂടി അധിക സമയത്ത് നടക്കുക. അതുപോലെ തന്നെ ദിക്റുകൾ, ദുആകൾ, കൃത്യമായി ഖുർആൻ ഓത്ത്, സ്വയം ഖുർആൻ ഓതുകൾ, ശരീരത്തിൽ ഊതി തടവൽ, ഖുർആൻ കേൾപ്പിക്കൽ, ഇതൊക്കെ ചെയ്യാം. എന്നാൽ ചില രോഗികൾ തളർന്നു കിടക്കുന്നവരുണ്ടാവും. അവർ ഓതിക്കൊടുത്താൽ തന്നെ വയലൻ്റായി പ്രയാസപ്പെടുന്നവരുണ്ടാവും. ഓർക്ക് എങ്ങനെ ദിക്ർ ദുആ ചെയ്യാം? അങ്ങനെ ഉണ്ടാകുമ്പോൾ വീട്ടിൽ ഏറ്റവും തക്കവയുള്ള സൂക്ഷ്മതയുള്ള ഒരാളത് ചെയ്തു കൊടുക്കണം. അത് ചെയ്തു കൊടുക്കാൻ ആളില്ലാത്തൊരവസ്ഥ ഉണ്ടാകുമ്പോൾ സൂക്ഷ്മതയുള്ള ഏതെങ്കിലും ഒരു പണ്ഡിതനോ അല്ലെങ്കിൽ അത് പഠിച്ച ഒരു പരിമിതമായ ഇൽമുള്ളവനോ വളരെ സൂക്ഷ്മതയോടുകൂടി ഈ അനുവദിക്കപ്പെട്ട രൂപത്തിൽ അത് മന്ത്രിച്ചു കൊടുക്കണം. അതിനെന്താ തെറ്റ്? എന്താ തെറ്റ്? എന്നിട്ട് പലോരത്തേക്കും മന്ത്രിക്കാൻ കൊണ്ടേയില്ലേ? ഒരു വ്യക്തി ജീവിതത്തിലുണ്ടായ ഒരു ബാധ അത് രഹസ്യമായി ഇസ്ലാം പഠിപ്പിച്ച രൂപത്തിലൊന്ന് ഒഴിവാക്കിയതിന് നാട് നീളങ്ങൾ പാട്ടാക്കാൻ നടന്നാണ്ടല്ലോ. പഴയ നിങ്ങൾ വടക്കേപ്പുറം മാന്തണ്ട, പല മൂലോടും കാണും. ഇവിടെ പല സുജാരികളും പൂജാരികളുടെ മുമ്പിലും ഷിർക്കൻ മുസ്ലിയാക്കന്മാരുടെ മുമ്പിലും പോയി ഉറുക്കു ഏലസും കെട്ടിയിട്ട് ആശ്വാസം കണ്ട് മുണ്ട് തോളിലിട്ടിട്ട് മുജാഹിദാന്ന് പറഞ്ഞ് പോസ്റ്റ് ഒട്ടിച്ചടക്കുന്ന ഒരു പല ആൾക്കാർ സമൂഹത്തിലുണ്ട്. അവർ എന്തുകൊണ്ടാണ് ഈ അവസ്ഥയിലേക്ക് എത്തിയത്? ഈ വിശ്വാസം ഇവിടെ പഠിപ്പിക്കാത്തോണ്ടാ. അപ്പൊ ഇസ്ലാമിക ജീവിതം എന്ന അമാനിയുടെ പുസ്തകത്തിൽ, അമാനിയുടെ തഫ്സീറിൽ, ഡോക്ടർ ഉസ്മാൻ സാഹിബിന്റെ പുസ്തകത്തില് കെ മോലിയുടെ ഫത്വയിൽ പോലും വ്യക്തമായി ഇത് പറഞ്ഞിട്ടുണ്ട്. കേട്ടോളി, ഇതും കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്താണ്? ഖുർആനിലെ ആയത്തുകൾ, അള്ളാഹുവിന്റെ നാമങ്ങൾ, ഗുണങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ലഭിച്ചിട്ടുള്ള പ്രാർത്ഥനകൾ എന്നിവ കൊണ്ട് മേൽ പറഞ്ഞ അവസരങ്ങളിൽ മാരണമോ പിശാച് ബാധയോ ഏറ്റിട്ടുണ്ടെന്ന് വിചാരിക്കപ്പെടുന്ന അവസരങ്ങളിൽ ചികിത്സ നടത്തുന്നത് കൊണ്ട് ദോഷമില്ല. കേമോനിന്റെ ഫത്വയാണ്. മടവൂരികൾ എപ്പോഴും വിറ്റ് കാര്യമാക്കുന്ന സംഗതിയാണ് സഹോദരങ്ങൾ. അപ്പൊ അങ്ങനെ ചികിത്സ, ഇസ്ലാമിൽ ആത്മീയ ചികിത്സ ഉണ്ട്. അതിനെ ഖുർആൻ തെറാപ്പി അതിനെ കളിയാക്കണ്ട, അതിനെ പരിഹസിച്ചിട്ട് കാര്യമില്ല. ഇത്തരത്തിലുള്ള പ്രയാസം വന്നാൽ ചെയ്യേണ്ട ഈ രൂപമാണ്. ഒന്ന്, സ്വയം ഈമാനിൽ വളരുക, രോഗി സ്വയം ദിക്റുദുആകളായിട്ട് കഴിയുക. അല്ലാതെ രോഗി ബാധിച്ചിട്ട് ക്ഷമിച്ച് മരിക്കല്ല. അതിനുള്ള പ്രതിവിധി ഇസ്ലാം പഠിപ്പിച്ചെടുത്ത് തേടണം. റുക്കിയ ഷിർക്കിയല്ല, റുക്കിയ ഷറയ്യ. ഷിർക്കിലേക്ക് പോയ നഷ്കും ഷറയിൽ അനുവദിക്കപ്പെട്ടതുണ്ട്. അത് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം, മനസ്സിലാക്കി കൊടുക്കണം. അതിന്റെ പേരിലുള്ള വിശ്വാസികൾ നീക്കി കൊടുക്കണം. അല്ലാതെ അത് പറഞ്ഞ അവിടെ ഖുറാഫാത്തിലേക്ക് ആളുകൾ കൂടുതൽ ഒഴുകുമെന്ന് പറഞ്ഞിട്ട് അത് മൂടിയേക്കാൻ പാടുണ്ടോ? അങ്ങനെ ഉണ്ടോ ഒരു ഇസ്ലാം? ഖുറാൻ കൊണ്ട് ഖുറാൻ പറഞ്ഞത് കുറെ ആൾക്കാർ ഹിദായത്തിലാവും, കുറെ ആൾക്കാർ വഴികളിലാവും. അപ്പോ ഈ വിഷയം പ്രാമാണികമായി പഠിക്കുക, എന്നിട്ട് മനസ്സിലാക്കുക. ശിർക്കിലേക്കും അറാബിലേക്കും അന്ധവിശ്വാസത്തിലും പോകാതിരിക്കുക. പോകുന്ന ആളുകളുടെ ഒഴുക്ക് തടയാൻ നമ്മൾ പ്രബോധനം നടത്തുക. എന്നാൽ ഇതോടൊപ്പം ഇതിനുള്ളത് മറച്ചു വെക്കാതിരിക്കുക. ഇതാണ് ഈ വിഷയത്തിൽ മുജാഹിദുകളുടെ നിലപാട്. അത് എല്ലാ കാലത്തും മുജാഹിദുകൾ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് കുറച്ച് ശക്തമായിട്ട് പഠിപ്പിക്കുന്നു. കാരണം എന്താ? പ്രബോധന മേഖല അടിസ്ഥാന വിഷയമാണെന്ന് ബോധ്യപ്പെട്ടാൽ ചെയ്യണ്ടേ? അത്രേ ഇത് ചെയ്യുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ പറഞ്ഞ എല്ലാ കാര്യങ്ങൾക്കും അൽഹംദുലില്ലാഹ് ഏകദേശം കൃത്യമായ രൂപത്തിൽ നമ്മൾ മറുപടി പറഞ്ഞിട്ടുണ്ട്. ഇനിയും വിട്ടുപോയത് പലതും ഉണ്ടാകാം, ഉണ്ടായാലും കുഴപ്പമില്ല. ഇത് ഒറ്റ പടയോട്ടം കൊണ്ട് നിർത്തുന്നില്ല. ഏതായാലും ആദർശം കൃത്യമായി നെഞ്ചിലേറ്റുക. അതിന്റെ പേരിൽ ഏറ്റുവാങ്ങേണ്ട പ്രയാസം ഏറ്റുവാങ്ങുക. അഥവാ 1000 കൊല്ലം ഒരു എലിയെ പോലെ ജീവിക്കണേക്കാൾ ഉള്ളത് ഒറ്റ സെക്കൻഡ് പുലിയെ പോലെ ജീവിച്ച് മരിച്ചു കൂടാ. ഞാൻ ആ അഭിപ്രായക്കാരനാണ്. ആ രൂപത്തിൽ എല്ലാവരും നെഞ്ചിലേറ്റുക. എന്ത് സംഭവിച്ചാലും നമുക്ക് ഈ ആദർശം പ്രബോധനം ചെയ്യാൻ ഈ കൂട്ടായ്മ വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ഞാൻ എൻ്റെ തുടക്കത്തിൽ ചൊല്ലിവെച്ച ആയത്തിന്റെ അർത്ഥം മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സൂറത്തുൽ ബഖറ 2-ാം അധ്യായം അതിലെ 159-ാമത്തെ ആയത്ത് ഓരോരുത്തർ അടിവരയിട്ട് മനസ്സിലാക്കേണ്ടതാണ്. കേട്ടോളൂ. ഇന്നല്ലദീന യക്തുമൂന മാ അൻസൽനാഹു മിനൽ ബയ്യിനാതി വൽ ഹുദാ മിൻ ബഅദി മാ ബയ്യനാഹു ലിന്നാസ് ഫിൽ കിതാബ് ഉലൈക യൽഅനുഹുമുല്ലാഹു വയൽഅനുഹുമുൽ ലാഇനൂൻ. നാം അവതരിപ്പിച്ച തെളിവുകൾ, മാർഗദർശനവും വേദഗ്രന്ഥത്തിലൂടെ ജനങ്ങൾക്ക് നാം വിശദീകരിച്ചു കൊടുത്തതിന് ശേഷം മറച്ചു വെക്കുന്നവരാരോ അവരെ അള്ളാഹു ശപിക്കുന്നതാണ്, ശപിക്കുന്നവരൊക്കെയും ശപിക്കുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, മൻ സുഇല അൻ ഇൽമിഹി ഫകതമഹു. ഒരാൾ ഒരു ഇൽമു ചോദിച്ചു, അയാളത് മറച്ചു വെച്ചു എങ്കിൽ എന്താണ്? അയാൾക്ക് പരലോകത്ത് വരുമ്പോൾ ലിസാമൻ മിനന്നാർ, നരകത്തിന്റെ ഒരു വളയം അയാളെ കൗത്തു ചാർത്തും. ഇത് ആലോചിച്ചത് കൊണ്ടാണ് നമ്മളിത് പറയുന്നത്. അല്ലാതെ വേറെ ഒരു അന്ധവിശ്വാസം ഇവിടെ പ്രചരിപ്പിക്കുന്നില്ല. എന്നാൽ അന്ധവിശ്വാസം ഇവിടെ പത്തി പടരുന്നുണ്ട്. അതിലേക്ക് ഒഴുകുന്ന ഒഴുക്ക് തടയാൻ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അവസാനത്തെ ഒരു ക്ലിപ്പുണ്ട്. അത് എല്ലാ സഹോദരങ്ങളും വിശിഷ്യ സമസ്തക്കാർ പ്രത്യേകം കേട്ടുകൊണ്ട് പോകണം. അഥവാ അസൽ സഖാഫി പൂക്കോട്ടൂര് പറഞ്ഞതാണ്. മൂപ്പര് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയിട്ടില്ലെങ്കിലും നമുക്ക് പ്രാവർത്തികമാക്കാനുള്ള ഒരു ഇൽമ എന്ന നിലക്ക് മൂപ്പര് നമ്മൾ ഇട്ടുതരികയാണ്. അതൊന്ന് കേട്ടോളൂ.
അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനി എന്നുള്ളത് കൊണ്ട് നമുക്ക് മർക്കടമുഷ്ടി വേണ്ട, നമുക്കൊരു പിടിവാശി വേണ്ട, ഒരു കടും പിടുത്തം ഈ വിഷയത്തിൽ വേണ്ട. അള്ളാഹുവിന്റെ ദീനാണ് സത്യമെന്ന് ബോധ്യപ്പെട്ടത് ഇതുവരെ മനസ്സിലാക്കിയതിൽ നിന്നും മാറിയിട്ടാണെങ്കിൽ അംഗീകരിക്കാൻ മനസ്സിന് പ്രയാസം വേണ്ടതില്ല. തെറ്റുകൾ നമുക്ക് തിരുത്താം. ജീവിതത്തിൽ കടന്നുപോയ ജീവിതത്തിൽ നാം ഒക്കെ എന്താണ് ഒരു മാർഗമായി സ്വീകരിച്ചത്, അത് അബദ്ധമാണ് എങ്കിൽ നമുക്കത് മാറ്റിവെക്കണം. അപ്പൊ സഹോദരങ്ങളെ, കാന്തപുരത്തിന്റെ കൈകളിലുള്ള അനവധി നെറികേടുകൾ കണ്ടിട്ടും അതുപോലെ തന്നെ ഉദ്ദേശിച്ച സ്ഥാനങ്ങൾ അവിടെ കിട്ടാത്തത് കൊണ്ടും അദ്ദേഹം കുഴിയിൽ നിന്ന് കൊക്കയിലേക്ക് വീണൊരു സാധുവാണ്. അതായത് ഇവിടുന്ന് അങ്ങോട്ട് മാറിയാണ്. അപ്പൊ ബൽദിക്ക പോയത് കുഴിയിൽ നിന്ന് പോയി കൊക്കിക്ക വീണത്. ഇനി ഇൻഷാ അല്ലാഹ് ഒരു മാറ്റം അല്ലാഹു തആല അദ്ദേഹത്തിന് സ്വർഗത്തിന്റെ പാതയിലേക്ക് തിരിച്ചു വരാൻ തൗഫീഖ് നൽകട്ടെ, നമുക്ക് എല്ലാവർക്കും നൽകട്ടെ. അതുകൊണ്ട് മർക്കടമുട്ടിയും വാശിയും ചിത്താന്തവും ഒക്കെ മാറ്റിവെച്ച് ഹക്കായി മനസ്സിലാക്കി കാര്യങ്ങൾ കൃത്യമായി ഉൾക്കൊണ്ട് ആദർശം നെഞ്ചിലേറ്റ് ജീവിക്കുവാൻ നമുക്ക് അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. എൻ്റെ വാക്കിലോ എൻ്റെ ഏതെങ്കിലും പദപ്രയോഗങ്ങളിലോ ഏതെങ്കിലും തരത്തിലുള്ള ക്ലിപ്പുകളുടെ സംസാരങ്ങളിലോ വല്ല വിഷമവും ഏതെങ്കിലും പ്രവർത്തകർക്ക് വന്നിട്ടുണ്ടെങ്കിൽ ധാർമ്മിക രോഷം മാത്രമാണ് അതെന്നെ പറയിപ്പിച്ചത്. അതുകൊണ്ട് മറ്റുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ട് നിങ്ങൾ ആരും എന്നോട് വെറുപ്പോ ആദർശത്തോട് വെറുപ്പോ ഉണ്ടാക്കരുത്. കാര്യങ്ങൾ വസ്തുനിഷ്ഠമായി മനസ്സിലാക്കണമെന്ന് ഉദ്ദേശിക്കുക.